എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കുറേയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ എല്ലാവരുടെയും പേര് എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത്രയധികം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഞാൻ അതിൽ ഇന്നും ഒരു 6 പേരെയാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ വീഡിയോസ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയൊരു സപ്പോർട്ട് അവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. കുറേയധികം വർഷങ്ങളായിട്ട് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആകാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ കുറേ നാളുകളായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ എങ്ങും റീച്ച് ആകാത്തവരുണ്ടാകാം, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാത്തവരുണ്ടാകാം. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പേര് ഞാൻ വായിക്കാം. ആദ്യത്തേത് ജാനീസ് വേൾഡ് 6336, പിന്നെ അശ്വതി അച്ചൂസ് വേൾഡ്, നന്ദികാസ് വ്ലോഗ്, ആൻറ്റോൺ പോൾ ആൻറ്റോൺ എന്നൊരു ഐഡിയ ആണിത്, KKPP വ്ളോഗ്സ്, ഫിൻസി ബിജു 5659. അപ്പോൾ ഈ 6 ഐഡിയ ആണ് ഇന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഈ ചാനലെല്ലാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ ID. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതും ന്യൂ യൂട്യൂബേഴ്സിനുള്ളതാണ്. അപ്പം ഇതിൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഞാനത് അൺലിസ്റ്റഡ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അൺലിസ്റ്റഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനത് പബ്ലിക്കിന് വ്യൂ ആകുന്ന രീതിയിൽ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ആ വീഡിയോ യൂട്യൂബിൽ എടുത്തതിന് ശേഷം നമ്മൾ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈറ്റിൽ മെൻഷൻ ചെയ്യുക. ആ വീഡിയോ എന്ത് റിലേറ്റഡ് ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിനാണ് ഇവിടെ ടൈറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കത് മലയാളത്തിലോ ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം. നമ്മളിടുന്ന ടൈറ്റിലിനും തംബ്നെയിലിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇടുന്ന ടൈറ്റിൽ വളരെ ഷോർട്ടും വളരെ അട്രാക്റ്റീവും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങളിടുന്ന വീഡിയോ ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളിടുന്ന ടൈറ്റിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഹാഷ്ടാഗ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ്, ഇപ്പോൾ ഹാഷ്ടാഗ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ, നമ്മൾ പറയുന്ന വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് റീച്ച് ആകാൻ അത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോണിറ്റൈസേഷൻ, ഹാഷ്ടാഗ്, സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. അപ്പം ഞാനിപ്പം കൊടുത്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഹാഷ്ടാഗ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഹാഷ്ടാഗ് കൊടുത്തിട്ട് ട്രെൻഡിങ്, സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ഓവർ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ഹാഷ്ടാഗിൽ ഉൾക്കൊള്ളിക്കുക. നെക്സ്റ്റ് വിസിബിലിറ്റി ഞാനിപ്പോൾ ഓൾറെഡി അൺലിസ്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ആർക്കാണ് ലിങ്ക് അയക്കുന്നത് അവർക്ക് മാത്രമേ ഈ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുക. ഞാനൊരു കണ്ണൂരുകാരി ആയതുകൊണ്ടാണ് ഞാനൊരു കണ്ണൂരിൽ നിന്ന് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം പ്ലേലിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഓൾറെഡി ഉള്ള യൂട്യൂബ് മോണിറ്റൈസേഷനുള്ള പ്ലേലിസ്റ്റിലേക്കാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് ഓഡിയൻസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ഓഡിയൻസിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള എഡിറ്റിംഗ് ഞാൻ YT സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെക്കൻഡ് ഓപ്ഷനായ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഞാനിപ്പോൾ ഏതാണ് ലിസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുത്ത ടൈറ്റിലെല്ലാം നമുക്കിവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. ഈ ഒരു ടൈറ്റിൽ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ
അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഹാഷ്ടാഗ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹാഷ്ടാഗൊക്കെ ഇവിടെ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഹാഷ്ടാഗ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ എക്സ്ട്രാ ഒരു ഹാഷ്ടാഗ് ഞാനിവിടെ യൂസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഹാഷ്ടാഗ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. ഇപ്പോൾ നെക്സ്റ്റ് ബാക്ക് ബട്ടണിൽ പോവുക. ഇപ്പോൾ വിസിബിലിറ്റി ഈ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് പബ്ലിക് എന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ വിസിബിലിറ്റി പബ്ലിക് ആക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മോർ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ടാഗ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിവിടെ ടാഗിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ 3 ടാഗ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ടാഗിൽ. ഞാനിപ്പോൾ എൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 3 or 4 ടാഗ് കൊടുത്താൽ മതിയാകും ഒരു വീഡിയോയ്ക്ക്. അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടാഗ് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ വീഡിയോ പ്രൈവറ്റ് അൺലിസ്റ്റഡ് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് പബ്ലിക്കാക്കി മാറ്റാവുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട് പ്രത്യേകം, തംബ്നെയിൽ കൊടുക്കാൻ മറക്കരുത്. ഇപ്പം തംബ്നെയിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളതിന് ശേഷം നമ്മൾ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാനും എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാനും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളാരും മെൻഷൻ ചെയ്തിരിക്കുന്ന 6 പേർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസ് കാണുക, അറ്റ്ലീസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൽ. അപ്പം നിങ്ങളുടെ കമൻറ്റ് അവർക്ക് റിസീവ് ആകുമ്പോൾ അവർ നിങ്ങളും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നമുക്ക് കുറച്ചൊക്കെ കൂട്ടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടോ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ മാത്രം നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ പോകുന്നില്ല. ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. ലോങ് വീഡിയോസും അതേസമയം നിങ്ങൾക്ക് ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുക. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തു പിന്നെ അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടോ നിങ്ങളുടെ റീച്ചോ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇൻ കേസ് 1-2 ദിവസം നമ്മൾ വിട്ടുപോയാൽ തന്നെ വീണ്ടും നമ്മൾ മുടങ്ങാതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അച്ചീവ്മെൻറ്റ് ആകണമെങ്കിൽ നിങ്ങൾ 100% നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, മുടങ്ങാതെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വൺ ഡേ നിങ്ങളും സക്സസ് ആകുന്നതായിരിക്കും. അപ്പോൾ തംബ്നെയിലിൻ്റെ കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല സംസാരിച്ചിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ തംബ്നെയിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നും തംബ്നെയിൽ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.